നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ആഘോഷമാക്കിയിരിക്കുകയാണ് ഗൾഫിലെ പത്രങ്ങൾ. ഒന്നാം പേജ് മുഴുവനും മോദിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലും അവിടുത്തെ മാധ്യമങ്ങളിൽ കണ്ടത്. UAEയിലെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രങ്ങളാണ് മോദിക്ക് വേണ്ടി അവരുടെ ഒന്നാം പേജ് തന്നെ മാറ്റിവെച്ചത്. ഫെബ്രുവരി 13, 14 തീയതികളിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ ഒരു പര്യടനത്തെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ, ചിത്രങ്ങൾ സഹിതം ഇവർ പങ്കുവച്ചിട്ടുമുണ്ട്. സന്ദർശനത്തിലെ മുഴുവൻ പരിപാടികളും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. മോദി അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു. സഹോദര, ഈ നാട് എനിക്ക് വീട് പോലെ തോന്നുന്നു എന്നായിരുന്നു മോദി പറഞ്ഞത്. ഖലീജ് ടൈംസ് അവരുടെ ഹെഡിങ് ആക്കിയിരിക്കുന്നത് പോലും മോദിയുടെ ഈ വാക്കുകൾ തന്നെയാണ്. UAEയുടെ ഭരണാധികാരികൾ മോദിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകുന്നതിനിടയിലാണ് മോദി തനിക്ക് UAE വീട് പോലെ തന്നെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും ഈ ഒരു വാക്കുകൾ ഒന്നാം പേജിൽ തന്നെ ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2030 ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറാനുള്ള ശ്രമത്തിലാണ് എന്നായിരുന്നു ഗൾഫ് ടുഡേ എന്ന പത്രത്തിന്റെ തലക്കെട്ട്. അതിൽ ഇന്ത്യയും UAEയും തമ്മിൽ നടത്തുന്ന നയതന്ത്രപരമായ ഇടപെടലുകളുടെ വിശദമായ ഗൗരവമേറിയ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. മറ്റൊരു പത്രത്തിലാവട്ടെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് മോദി നടത്തിയ പ്രസംഗം ഒരു പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട്. കൂടാതെ 2 രാഷ്ട്ര തലവന്മാരും ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അറബ് നാട്ടിലെ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും മോദിയെ എന്തുകൊണ്ട് വിശ്വഗുരു എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്ര നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്നു എന്നതൊക്കെ ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ്. നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ പാർട്ടികൾ ആക്രമിക്കുന്ന ഒരു മോദിയല്ല പുറത്തുള്ളത്. മോദിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത വളരെ വലുത് തന്നെയാണ്. ഇവിടെ മോദി മാജിക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ പ്രഭാവം കൊണ്ടുകൂടി തന്നെയാണ് മോദി ലോക നേതാവായി കണക്കാക്കുന്നതും അദ്ദേഹം പോകുന്ന ഇടങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതും. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.